കേരള വിഷൻ KSEB തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പം മേലെ ചൊവ്വ ഭാഗത്തുള്ളത്. അതായത് അവരോട് ചോദിക്കാതെ കേരള വിഷൻ്റെയും അതേപോലെ കണ്ണൂർ വിഷൻ്റെയും പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അവരുടെ അനുമതി ഇല്ലാതെ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് പോസ്റ്റിൻ്റെ എന്തോ മെയിൻ്റെനൻസ് പണിയെടുത്ത്. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓരോ പോസ്റ്റുകളിലും കേബിൾ വലിച്ച് കെട്ടുമ്പം അതിൻ്റെ വാടക അവരടക്കുന്നുണ്ട്. അപ്പോൾ വാടക അടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ കെട്ടാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചോദിക്കാതെ പോസ്റ്റ് മാറ്റുമ്പം ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ വരണം, പോസ്റ്റ് മാറ്റുമ്പോൾ പിന്നെ നിങ്ങളെ കേബിൾ അഴിച്ചു വെക്കണം എന്ന് പറഞ്ഞ ഒരു മര്യാദ KSEBക്കാർ കാണിക്കണം. അപ്പോൾ അത് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ പകുതി മുക്കാൽ ആൾക്കാരിലും അഹങ്കാരികളായ ആൾക്കാരാണ് KSEBയിലുള്ളത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ലൈൻമാൻമാരും അതേപോലെ തന്നെ ഓവർസിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നല്ല ആൾക്കാരുണ്ടാവും. പക്ഷേ നല്ല ആൾക്കാരെ അറിയാമല്ലോ, വേഗത്തിൽ സ്ഥലം മാറ്റിയിട്ട് ഏതെങ്കിലും കോടാൻ കയറാൻ മൂലയിലേക്ക് തട്ടും. എന്നിട്ട് കൂടുതൽ റഫും ഇതുമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ആ ഭാഗത്ത് സാധാരണ നാട്ടിലേക്കൊക്കെ ആക്കും. എന്നാ പറയണ്ടേ, അപ്പോൾ ഒട്ടും ഒരു ഫ്രണ്ട്ലി അല്ലാത്ത ആൾക്കാരായിരിക്കും ഈ KSEBക്കാർ. പിന്നെ അപ്പോൾ അവരോടൊന്നും ചോദിക്കാനും പറ്റില്ല, ഇതാവൊന്നും പറയാനും പറ്റില്ല. റേഡിയോ പോലെ അല്ല ഇങ്ങോട്ട് കേട്ടോളണം, അങ്ങോട്ട് പറയാൻ പറ്റില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ രാത്രിയും പകലുമായിട്ടൊക്കെ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവന്മാരുടെ KSEB ഓഫീസുകളിൽ വരെ യൂസ് ചെയ്യുന്നുണ്ട്. സെർവേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവങ്ങളാണ്. കേരള വിഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓടുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള പോലെയൊന്നുമല്ല. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ കിട്ടൂല, നെറ്റ് കിട്ടൂല. പക്ഷേ കേരള വിഷൻ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് എല്ലാവരും എടുക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കേബിളാണെങ്കിലും നെറ്റാണെങ്കിലും ഇപ്പോൾ ഞാനടക്കം തന്നെ കേരള വിഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇനിയിപ്പം ഒന്നേ ചെയ്യാനുള്ളൂ. കാരണം ഈ KSEB പോസ്റ്റുകൾ കെട്ടുന്ന ഒഴിവാക്കണം. അത്ര അഹങ്കാരം പാടില്ലല്ലോ. ഈ പോസ്റ്റുകൾ കെട്ടിയിട്ട് എന്നാ പറയണ്ടേ, വാടകയും കൊടുത്തിട്ട് ഇവർ കേബിളും കട്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ഇവർ സ്പ്ലൈസ് ചെയ്യാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാണ്. അതിന് ആൾക്കാർ പകുതി മുക്കാൽ നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ, ഈ പണിക്ക് നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ സ്പ്ലൈസിങ് കൊണ്ട് തന്നെ. പിന്നെ ജിയോ എയർ ഫൈബറിലേക്കെല്ലാം മാറിയത് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. ഇതേപോലെ എയർ ഫൈബർ വന്നാൽ പിന്നെ ഇവൻ്റെ ഒന്നും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ഇവന്മാരെ കാല് പിടിച്ചിട്ട് എന്നാ പറയണ്ട കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം എയർ ഫൈബറിലേക്ക് മാറണം. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അല്ലാതെ ചോദിക്കാണ്ടും പറയാണ്ട് ഇത് കട്ട് ചെയ്തിട്ട് നട്ടപ്പാതിരക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. വാടക കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഫൈബർ കേബിൾ കെട്ടുന്നത്. വാടക കൊടുക്കാതിരിക്കില്ല, കൊടുത്തിട്ടില്ല ഇതിന് മുന്നേ കട്ടാക്കും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് തന്നെ തോന്നിവാസത്തിൻ്റെ അങ്ങേയറ്റാണ് ഇവരിപ്പോൾ കാണിച്ചു കൂട്ടുന്നത്. സ്പ്ലൈസ് ചെയ്യുന്നവരെയും പിന്നെ കെട്ടുന്നവരെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല.